ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ സാധാരണ വരുന്ന പല വീഡിയോസും കൊണ്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് വീഡിയോസ് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഇന്ന് പുതിയ ചേച്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ ഓരോന്ന് കാണിച്ച് നിന്ന് പിടിച്ച് വന്നപ്പോൾ എനിക്കൊന്നിനും നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഞാൻ 2023 എൻ്റെ നേട്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാണെന്ന് വെച്ചാൽ ഞാൻ 2 വർഷവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഞാനത് ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മുടെ പിന്നിലേക്കൊരു തിരനോട്ടം, പിന്നിലേക്കൊരു നോട്ടം എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ മാസത്തെയും എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ. കാരണം ഇവിടെ ഇരുന്നും കൊണ്ട് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ പാടില്ലല്ലോ. പിന്നെ കുട്ടികളാരും എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഡാഡി എടുത്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഡാഡി എടുത്ത് തന്നിട്ട് കഴിയുമ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ വശം പോരാ. ഇതാകുമ്പോൾ നേരിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഡോൺ കിടന്നു, ഡിവൈൻ കിടന്നു. ഡോൺ എനിക്കിത് സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടാണ് പോയി കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ ഡാഡി അത് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്ക് പൊന്നൂൻ്റെ ഫോൺ വന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവളെ എല്ലാം കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിംപിളും പറഞ്ഞു അങ്ങനെയൊക്കെ എടുത്ത് മമ്മി ശീലിക്ക്, എന്തായാലും മമ്മി തുടങ്ങി വെച്ചതല്ല, ഇനി പിന്നെ മമ്മീനെ കാത്ത് കുറേ പേര് ഇരിക്കണതല്ല, അവരാരും നിരാശപ്പെടുത്തേണ്ടതെന്ന്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആവാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന അതേ വേഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഡ്രസ്സ് മാറിയല്ലോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്തിനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഏത് രൂപത്തിലും നിങ്ങളുടെ മുന്നിൽ വരാറുണ്ടല്ലേ. അപ്പോൾ പിന്നെ ഇന്നിങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് നേരെ പോയി എടുക്കല്ലേ വേണ്ടു. അപ്പോൾ അങ്ങനെ. അപ്പോൾ 2023 എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ട് ശരിക്കും 2 വർഷം. അപ്പോൾ ആദ്യം തന്നെ ന്യൂ ഇയറിന് തന്നെ ഫസ്റ്റ് ഹോട്ട് ഓവനിലത്തെ കേക്ക് ഡിംപിളിൻ്റെ വക കൊണ്ടുവന്നിട്ട് അതാണ് ഞാനും തോമും ഒക്കെ കൂടി മുറിച്ചിട്ട് ഫസ്റ്റ് മധുരം കഴിച്ചത് കേട്ടോ. ഹോട്ട് ഓവനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ജാനുവരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ഉള്ള, എൻ്റെ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ജനുവരി എന്ന് പറഞ്ഞ മാസം ഭയങ്കര ആഘോഷങ്ങളുടെ മാസമാണ്. കാരണം ജനുവരി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിയിലല്ലായിരുന്നു, ഭയങ്കര ആഘോഷമാണ്. അവിടെ കാർണിവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമുള്ളൊരു ദിവസമാണ് ജനുവരി ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ മാസം തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കും. എനിക്കും അക്കിക്കും, രണ്ടാമത്തെ ചേച്ചിക്ക് ഡാളിയെന്ന ചേച്ചിയുടെ പേര് കേട്ടോ. അപ്പോൾ എല്ലാവരും അക്കി അങ്ങനെ വിളിച്ച് അങ്ങനെ ആയതാണ്. അപ്പോൾ ചേച്ചിയുടെയും എൻ്റെയും അമ്മച്ചിയുടെയും ബർത്ത്ഡേ ഒറ്റ മാസമാണ്. 16-ാം തീയതി ഡാളിയുടെ ബർത്ത്ഡേ, 18 അമ്മച്ചി, 27 ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഡ്രസ്സ് എടുക്കും. അപ്പം മൂത്ത ചേച്ചിക്കും എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ വർഷം ഈ 16-ാം തീയതി ചേച്ചിയുടെ ബർത്ത്ഡേ ലത വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ലത, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ലത വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ലതയും കൂടിയിട്ട് പൊന്നും പൊന്നും ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, ഞാനും ലത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പോയി ഞങ്ങൾ ആക്കിയുടെ ഒരു കേക്കൊക്കെ മുറിച്ച് അവിടുന്ന് പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലത. അങ്ങനെ ആ ബർത്ത്ഡേ അവിടെ ആഘോഷിച്ചു. 18-ാം തീയതി പിന്നെ അമ്മച്ചിയുടെ ദിവസം അമ്മച്ചിയുടെ അടുത്ത് പോയി എന്നല്ലാണ്ട് ആഘോഷങ്ങളൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ 27-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ നമ്മുടെ തോമുട്ടൻ്റെ ബർത്ത്ഡേ. ഇപ്പോൾ വന്നപ്പോൾ തോമുട്ടൻ്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ട്, 21-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പോൾ 21-ാം തീയതി ശരിക്കും ഞങ്ങൾ നല്ലോണം ആഘോഷിച്ചു കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, നെല്ലും തമ്മയും ഫാമിലിയും എല്ലാ ബന്ധുക്കളും ആൾക്കാരൊക്കെ കൂടെ വന്ന്. നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഡിവൈൻ ഡേയിലും എൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ബർത്ത്ഡേ കഴിഞ്ഞ് പിന്നെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ വരുമ്പോഴേക്കും ഒന്ന് പതുക്കെ പിന്നാക്കം വയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഇത്രയും കഴിഞ്ഞതല്ലേ ഇനി വേണ്ട എന്ന് പറയും, എന്നാലും ഒരാഘോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജാനുവരി മാസം അങ്ങനെ അതിൽ കഴിഞ്ഞു. പിന്നെ ഫെബ്രുവരി മാസം നമ്മുടെ പെരുന്നാൾ, നമ്മുടെ അമ്പ് പെരുന്നാൾ. അപ്പോൾ ശരിക്കും ഞങ്ങൾ വിചാരിച്ചിരുന്നത് ജാനുവരിയിൽ നമ്മുടെ തോമുട്ടൻ്റെ ബർത്ത്ഡേയോട് കൂടിയിട്ട് ഡോണിൻ്റെയും ഡിവൈൻ്റെയും കല്യാണവും കുട്ടിയുടെ മാമോദിസയും ഒക്കെ നടത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പള്ളിയിലത്തെ പെരുന്നാളും ബഹളവും തിക്കും തിരക്കും കാരണം അച്ഛന് അസൗകര്യമായ കാരണം അത് പിന്നീട് മതി, നോയമ്പൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പെരുന്നാൾ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ അതിലുമ്പായിട്ട് വൈറ്റ് വാഷിങ്ങും കാര്യങ്ങളും ലൈറ്റ് ഇടലും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. അപ്പോൾ അമ്മയുടെ എനിക്ക് തോന്നുന്നു അവസാനത്തെ ആഘോഷമായിരുന്നുണ്ടാവും ഈ പെരുന്നാൾ കേട്ടോ. ബർത്ത്ഡേക്ക് അത് തോന്നുന്നുണ്ട് അവസാനം വന്നേ. അത് കഴിഞ്ഞ് പിന്നെ പെരുന്നാൾക്ക് വന്നു പോയി എന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് മാർച്ചിൽ വന്നപ്പോൾ എനിക്ക് പതുക്കെ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. നമ്മൾ അത്രയിൽ പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പേടിച്ച സംഭവങ്ങളൊന്നുമില്ല.
അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു പേടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എപ്പോഴും ഡോക്ടേഴ്സ് എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് ചെല്ലുമ്പോൾ എന്നോട് ഫാമിലി ഹിസ്റ്ററി ചോദിക്കും. അപ്പോൾ ഹിസ്റ്ററി പറയുമ്പോൾ അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര തമാശയാണ്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അപ്പോൾ അപ്പനെങ്ങനെയാണ്, അപ്പോൾ ഞാൻ പറയാം അപ്പച്ചൻ അറ്റാക്കായിട്ട് മരിച്ചു, അമ്മച്ചി ക്യാൻസർ. അപ്പോൾ നിങ്ങൾ എത്ര മക്കളാണ്? 3 മക്കൾ. എന്ത് ചെയ്യണു? അപ്പോൾ ഞാൻ പറയും 2 ചേച്ചിമാർ. അപ്പോൾ മൂത്താൾ മരിച്ചു ക്യാൻസറായിട്ട്. പക്ഷേ മരണ കാരണം കാർഡിയക് അറസ്റ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ ചേച്ചി 3 അറ്റാക്ക് കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിന് ഭയങ്കര തമാശയാണ്. അപ്പോൾ അവർ പറയും ഇത് രണ്ടും ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പം ഞാനെപ്പോഴും എനിക്ക് എന്തെങ്കിലും വരുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ മനസ്സിൽ അപ്പച്ചൻ്റെ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ മൂത്തേച്ചിക്ക് 2ഉം വന്നല്ലോ, രണ്ടാമത്തെ ചേച്ചിക്ക് ഇപ്പോൾ അത് 3ഉം കഴിഞ്ഞിരിക്കണം, അമ്മച്ചിയുടെ ക്യാൻസർ. അപ്പം ഞാനെപ്പോഴും ഒരുങ്ങിയിട്ട് ഇരിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നല്ലേ പറയണേ. അപ്പോൾ നമുക്ക് അതാണ് നിധിയായിട്ട് തരണേന്ന് വെച്ചാൽ നമ്മളത് സ്വീകരിക്കണല്ലോ. അപ്പോൾ അങ്ങനെ മാർച്ചിൽ ഈ പറഞ്ഞ പോലെ മാർച്ചിലാണല്ലോ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നുണ്ട്, അത്രയിലേക്ക് ഒന്ന് പോയി ഒന്ന് ഫുൾ ചെക്കപ്പ്, ലിവറിൻ്റെ എനിക്ക് പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെക്കപ്പ് ചെയ്തു. പേടിച്ചതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അത് അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ മാർച്ചിലുള്ളത് നമ്മുടെ ഡിംപിളിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേ ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ പോകാൻ തോന്നുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടണില്ല കേട്ടോ എന്തൊട്ടാണ് ഉണ്ടായി എന്നുള്ളത്. കാരണം അപ്പോൾ വീഡിയോ ഇടുന്നല്ലാണ്ട് നമുക്ക് എന്താണ് നടന്നത്, ഏതാ നടന്നതെന്നുള്ളത് ഉള്ള ഓർമ്മയൊന്നുമില്ല. ബർത്ത്ഡേക്ക് പോയി തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആ മാർച്ചിലാണ് എൻ്റെ 50K സബ്സ്ക്രൈബേഴ്സായ മാസം മാർച്ചാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെ 50,000 പേര് എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ച ഒരു ദിവസമായിരുന്നു അത്. ഭയങ്കര സന്തോഷം. അന്നും ഈ പറഞ്ഞ പോലെ സർപ്രൈസായിട്ടൊരു കേക്ക് വരിക ചെയ്ത് ഡിംപിള് അവിടെ വീട്ടിലിരുന്നു കൊണ്ട് പനക്കിലിരുന്നു കൊണ്ട് ഓർഡർ കൊടുത്ത് സംഭവം കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത് കേട്ടോ. അത് ഡിവൈനും ഡിംപിളും കൂടി ഒത്തിട്ട് ഡിവൈനറിയായിരുന്നു തോന്നുന്നുണ്ട്. ഡിംപിളാണ് അവിടെ നിന്ന് കൊണ്ടിരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയാനായിട്ട് വന്നിട്ട് എൻ്റെ ഡിവൈനാണ് അന്ന് വീഡിയോ എടുത്തു തന്നത്. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഡിയോസ് പരസ്പരം എടുത്തു തരും കേട്ടോ. പിന്നെ കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ 1-2 പേരാണ് ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ പറയാറും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുക. ഞങ്ങളുടെ ഓരോരുത്തരിലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊന്നും ഒന്നും തോന്നില്ല. അപ്പോൾ അത്രയും ഞാൻ പറയണുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ അമ്മ, ഇപ്പം അമ്മയില്ല, അമ്മ പാവർട്ടി പെരുന്നാൾക്ക് പോകണം, പാവർട്ടി പെരുന്നാളല്ല പാവർട്ടിയിൽ നോയമ്പിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അമ്മേനെയും സുശീലേച്ചി മൂത്ത പെങ്ങളെയും കൂട്ടിയിട്ട് ഞാനും ഡാഡിയും കൂടിയിട്ട് പാവർട്ടി പള്ളിയിൽ പോയി. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തല്ലോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം എനിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പാവർട്ടി പള്ളിയിൽ പോയി അവിടുത്തെ കുർബാന കഴിഞ്ഞ് ഊട്ട് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ മോൺസിയുടെ വീട്ടിൽ, അതായത് അമ്മയുടെ അനിയത്തിയുടെ മോളുടെ വീട്ടിൽ പോയി അവിടെ നടന്ന എല്ലാ പറമ്പും കാര്യങ്ങളും അവിടുന്ന് നാളികേരും പുളി ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി ടൗണിലെത്തിയപ്പോൾ മറ്റേ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന്, അമ്മയ്ക്ക് പണ്ടത്തൊക്കെ ഇന്ത്യൻ കോഫി ഹൗസാണല്ലോ, അപ്പോൾ അവിടെ കയറി ഒരു മസാല ദോശ നെയ്റോസ്റ്റാണെന്ന് തോന്നുന്നുണ്ട് അമ്മ കഴിച്ച് അതും കാപ്പി കുടിച്ച് ചേച്ചിയുടെ വീട്ടിലുണ്ടാക്കി അമ്മയുടെ അവിടെ തറവാട്ടിൽ കൊണ്ടാക്കുമ്പോൾ അമ്മ മോൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, ഞാൻ ഒട്ടും വിചാരിച്ചതല്ല എനിക്ക് പോകാൻ പറ്റുന്നു, പക്ഷേ നീ എന്നെ കൊണ്ടുപോയി എന്നുകൊണ്ട് എനിക്കും അതെ എൻ്റെ കൈയും പിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ എൻ്റെ ഉള്ളിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ദൈവം അറിഞ്ഞൊരവസരം തരും നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ് അമ്മയെ കൊണ്ട് പാവർട്ടി പള്ളിയിലേക്ക് കൊണ്ടുപോവുക, ഊട്ട് കഴിക്കാനുള്ള ഒരു അവസരം. അവിടെ നിന്ന് പള്ളിനടയിൽ ഇരുന്നിട്ട് മറ്റേ ഐസ് ഫ്രൂട്ട് എന്നാൽ പണ്ട് പറയാം, അത് ഇരുന്ന് കഴിച്ചു. എന്താ പറയുക, ഭയങ്കര എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് സ്കാനിങ്ങിനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വട്ടം കൂടി കൊണ്ടുപോയി അമ്മയുടെ അനിയത്തി മതിലകത്ത് മരിച്ചു. ഇപ്പോൾ ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ടായില്ല, ആ വീട്ടിൽ അമ്മയുടെ അനിയത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പോകണമെന്നുണ്ട് പോകണ്ടെന്നുണ്ട്. അപ്പോൾ ഡോണാണ് നിർബന്ധിച്ചത്. അപ്പം അമ്മ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പോകണം, അനിയത്തിയല്ലേ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പാതിര നേരത്താണ് അമ്മേനെയും കൊണ്ട് ഞങ്ങൾ മതിലകത്ത് പോയത്, ഞാനും ഡിംപിളും ഡാഡിയും ഡോണും. അപ്പോൾ അന്ന് ഡിവൈൻ പ്രസവിച്ചെടുക്കാമല്ലോ, അങ്ങനെ കൊണ്ടുപോയി അമ്മേനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ 3 അവസരം
എനിക്ക് അമ്മയെ കൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും ആത്മസംതൃപ്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയത് ഡിംപിളാണ്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ഞാൻ പാവറട്ടി പെരുന്നാൾക്ക് കൊണ്ടുപോയതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് മറ്റേതൊക്കെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അക്കി നമ്മുടെ ഡയോണിൻ്റെ അടുത്തേക്ക് പോയത് ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ പോക്ക് പോയി 3 മാസത്തേക്ക് പോയത്, പക്ഷേ പറ്റിയില്ല. മൂപ്പര് 2 മാസം നിന്നിട്ട് ആൾ മടങ്ങി വരിക ചെയ്ത്. ആ സമയത്താണ് സത്യത്തിൽ ഞാൻ 10 വർഷമായി എൻ്റെ അമ്മച്ചി മരിച്ചിട്ട്. അപ്പോൾ അമ്മച്ചി മരിക്കണ സമയം വരെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മോളിത് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനായിട്ട് എപ്പോഴും നമ്മുടെ അമ്മമാർ കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും നമുക്ക് വേണം എന്ന് എപ്പോഴും തോന്നുന്നതാണ്. അതുപോലെ ഇപ്പോഴും അതെ. ഇപ്പോൾ ഞാനായാലും എൻ്റെ മോള് കഴിച്ചാവോ എൻ്റെ മോൾ ഉറങ്ങിയാവോ അത് എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു വികാരം. അപ്പോൾ ഞാൻ ഈ 10 വർഷത്തിന് ശേഷം ഒരു 2 മാസം ശരിക്കും ഒരമ്മച്ചി എങ്ങനെയാണ് നമ്മളെ നോക്കുക എന്നുള്ള ഒരു ചെറിയൊരു ഇത് എനിക്ക് അനുഭവിക്കാൻ പറ്റി. കാരണം നമ്മുടെ ഡാളിയുടെ അടുത്ത് നിൽക്കുന്ന വസന്തേച്ചിയായിരുന്നു ഇവിടെ എനിക്ക് 2 മാസം ഉണ്ടായിരുന്നത്. അപ്പോൾ വസന്തേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ എണീക്കുമ്പോഴേക്കും മോളത് കഴിക്കണില്ലേ, അത് കഴിക്കണില്ലേ എന്നല്ല, കഴിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അതായത് മക്കളോട് നമ്മൾ ഒരു ഇതിലല്ലേ പറയുക. ഇപ്പോൾ ഡിംപിളിനോടായാലും ഞാൻ നീ ഇതുവരെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു സ്നേഹത്തിലുള്ള ഒരു ഭാഷയാണത്. അപ്പോൾ അതുപോലെ ചോദിച്ചാൽ 2 മാസം ശരിക്കും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഞാനത് പറയുകയും ചെയ്തു. അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ദേഷ്യപ്പെട്ടിടത്ത് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്യണേ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് 2 മാസം ഞാൻ ഇപ്പോഴും പറയും. ഞാൻ ഇപ്പോഴും ചേച്ചി അവിടെ ചേച്ചിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറയും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം അനുഭവിച്ചത് അപ്പോഴാണ്. ഈ 2 മാസമാണ്. അപ്പോൾ അത് എനിക്ക് വസന്തേച്ചിയോട് എപ്പോഴും ഞാൻ അപ്പോൾ അത് കുറേ പേര് വസന്തേച്ചിയാണ് കമൻസ് ഇടണമെന്നുള്ള ധാരണയിൽ പറയുന്നുണ്ട്. വസന്തേച്ചി അല്ല. വസന്തേച്ചി അങ്ങനെ കമൻസ് ഇടാനോ യൂട്യൂബ് കാണാനോ പറ്റുന്ന ഒരു പ്രായമുള്ള ഒരാളല്ല. അത് വാസന്തിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇത് വസന്തേച്ചിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു വീട്ടിലെ പണിക്കാരത്തിനെ വെച്ച് ഞാൻ മെസ്സേജ് അയക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് തെറ്റിദ്ധാരണ വേണ്ട, കാരണം പ്രായമുള്ള നല്ലൊരു അമ്മയാണത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഏപ്രിലിൽ പിന്നെ ഉണ്ടായിട്ടുള്ളത് ഒരു പൊട്ട ദിവസം എന്ന് പറയുമ്പോൾ വസന്തേച്ചിയുള്ള ദിവസം തന്നെ സമയത്ത് വസന്തേച്ചി ഞങ്ങൾ തീയിട്ടിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് കുറേ സങ്കടം വരികയൊക്കെ ചെയ്തൊരു സമയമാണ്. പിന്നെ മറ്റേ പ്ലാസ്റ്റിക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ നിരപരാധികളാണ്, പക്ഷേ സാരമില്ല, അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അത് കഴിഞ്ഞ് മെയ് മാസം, ഏപ്രിലും മെയ്യുമാണ് വസന്തേച്ചി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മെയ് മാസമാണ് പെട്ടെന്ന് ഡാഡിക്ക് വയ്യാണ്ടായതും. ആ സമയത്ത് നമ്മുടെ പാച്ചുവിന് എപ്പോഴും വയ്യായി ഉണ്ടായിരുന്നു. അങ്ങനെ പാച്ചു ബാംഗ്ലൂർക്ക് പോകാൻ ഒരുങ്ങി, അവർ ഡാഡിയും അമ്മമ്മയും മോളും ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡാഡിക്ക് വയ്യാണ്ടായത്. 2 സർജറി ഒന്നിച്ച് ചെയ്തത് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ കൂടെ വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. ഈ ഒരു വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഈ മെയ് മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോണിൻ്റെയും ഡിവൈൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി അതിൽ അലിഞ്ഞു പോയി. കാരണം 19-ാം തീയതിയാണ് ഡാഡി ഡിസ്ചാർജ് ചെയ്ത് വന്നത്, 20-ാം തീയതിയാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട്, എന്നാലും പുറത്ത് പോയി ഫുഡും കാര്യങ്ങളും കഴിക്കുകയൊക്കെ ചെയ്തു. എന്നാലും എന്താ പറയുക, അത് അതിലങ്ങോട്ട് ഒതുങ്ങിപ്പോയി. അപ്പോൾ അതാണ് മെയ്യിൽ കേട്ടോ. പിന്നെ ജൂണിൽ നമ്മുടെ പാച്ചുട്ട് മെയ് അവസാനമാണ് പിന്നെയും ആ അമ്മേനെ സ്കാനിങ്ങിനും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയത്. പിന്നെ ജൂണിൽ ഈ പറഞ്ഞ പോലെ പാച്ചുവിൻ്റെ ബർത്ത്ഡേ അത് നിങ്ങൾക്കറിയാം, മറ്റേ ബീച്ച് സൈഡിലായിരുന്നു. നല്ല രീതിയിൽ അത് കഴിഞ്ഞു. അന്നാണ് ഞാൻ ഡിംപിൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണത് കണ്ടതും. ഇനി എൻ്റെ മോൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, അവൾ വലിയ കുട്ടിയായി, അവൾ ഒരു അമ്മയുടെ സ്ഥാനം. അതുവരെ നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും അറിയില്ല. അവൾ അപ്പൻ്റെ അമ്മയുടെ നടുക്ക് എന്താ പറയുക, എത്ര വലിയ കുട്ടിയായാലും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നടന്ന ഒരു എന്താ പറയുക ഗോൺകോടി എന്നൊക്കെ പറയില്ലേ. അതായത് കുഞ്ഞിലേ തൊട്ട് സാധാരണ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഓടിച്ചാടി നടന്ന് കളിക്കുമ്പോൾ അവൾ എൻ്റെയും ഡാഡിയുടെയും നടക്കിയിരുന്ന ഓരോ യാത്രകളും ഓരോ ലൊക്കേഷൻസും അവിടെ പോയി ഒതുങ്ങിയോ മിണ്ടാണ്ടിരിക്കുക, അവിടെ ഇരുന്ന് പഠിക്കുക, അവിടെ ഇരുന്ന് യൂത്ത് ഫെസ്റ്റിവലിലുള്ളത് പങ്കെടുക്കുക, അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു അവളുടെ. അവൾ ഒരിക്കലും സ്കൂൾ ഡേയ്സോ കോളേജ് ഡേയ്സോ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ
അവൾക്ക് അതിൻ്റേതായ പക്വത ഉണ്ടായിരുന്നില്ല. നമ്മൾ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴാണ് സങ്കടങ്ങളും സന്തോഷമൊക്കെ അറിയുക. ഇവളെ സംബന്ധിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഒന്നും അല്ലാത്തൊരു ലൈഫായിരുന്നു മോളുടെ. അപ്പോൾ അത് വിട്ട് അവൾക്ക് എന്തിനും പ്രാപ്തിയായി എന്ന് തോന്നിയത് ഞങ്ങൾക്ക് ഈ പാച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്, ആ ബീച്ച് സൈഡിലുള്ള. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആൻസിന് അന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പോൾ അതുവരെ രാവിലെ വന്നിട്ട് ചെയ്യാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് പപ്പ കൂടെ നിന്ന് എല്ലാം ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. പപ്പ എങ്ങനെയാ വെച്ചാൽ ഡാഡീൻ്റെ കൂടെ നിന്ന് ഡാഡി പറയുന്നത് അവൾ കേൾക്കാമെന്ന്. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തത് കണ്ടപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതായിരുന്നു നമ്മുടെ ജൂണിൽ നമ്മുടെ പാച്ചൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. അതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടെങ്കിലും നമുക്കൊക്കെ പേടിയായിരുന്നു. അതൊക്കെ ഡിംപിൾ പറഞ്ഞിട്ടുണ്ട്, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പാച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ അതേ മാസം തന്നെയാണ് നമ്മുടെ ഡോണിൻ്റെ ബർത്ത്ഡേ. ഡോണിൻ്റെ ബർത്ത്ഡേ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കഴിച്ചു ഞങ്ങൾ. പിന്നെ ജൂലൈയിൽ വന്ന് അമ്മാമേനെയും കൊണ്ട് പോയിട്ടുള്ള സമയമാണ്. ഞങ്ങൾ ജെഫ്രിയുടെ അവിടെ പോയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. പിന്നെ ഓഗസ്റ്റിൽ തൊട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഒരു 4 വീഡിയോസ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 എണ്ണം അങ്ങനെയൊക്കെ ആക്കി തുടങ്ങിയത് ശരിക്കും ഓഗസ്റ്റ് തൊട്ടാണ് കേട്ടോ. അതായത് ഓണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട്. പിന്നെ ഓഗസ്റ്റിലാണ് ഡിവൈൻ പ്രസവത്തിന് പോയിട്ടുള്ള സമയം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നു, ജാനുവരി ഫെബ്രുവരിയിലാണ് ഡിവൈൻ കൺസീവ് ചെയ്ത വിശേഷം അറിഞ്ഞതും. അവിടെ നിന്ന് അങ്ങനെയാണ് പ്രഗ്നൻസി പീരിയഡ്സ് നമ്മളെന്താ പറയുക പല സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയതും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്, സ്കാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ വരവ്. അപ്പോൾ ചാക്കോച്ചൻ്റെ വരവിന് മുമ്പായിട്ട് നമ്മൾ കോട്ടയത്തേക്ക് പോയി. അവിടെ ഒരു അടിച്ചുപൊളി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് വേഗം തന്നെ അവന് നേരം കിട്ടിയില്ല, അവൻ വേഗം തന്നെ പോന്നു. ശരിക്കും ഡേറ്റിനേക്കാളും കുറച്ച് ദിവസം മുമ്പാണ് അവൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരുന്നു അവൻ്റെ കാര്യങ്ങൾ, എല്ലാതും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല. അങ്ങനെ ആ മാസമാണ് സെപ്റ്റംബറിൽ. അതാണ് ബർത്ത്ഡേ ആണെങ്കിൽ 13-ാം തീയതി ബർത്ത്ഡേ, 15-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 15 കഴിഞ്ഞ് ആ ആഴ്ചയാണ് അമ്മയ്ക്ക് ക്യാൻസറാണ് കറക്റ്റായിട്ട് അറിയണത്, സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഒക്ടോബർ 1-ാം തീയതിയാണ് അമ്മ മരിക്കുന്നത്. അപ്പം അങ്ങനെ നവംബറിൽ മരിച്ചാത്മാക്കളുടെ മാസമൊക്കെ അമ്മയുടെ 41 ആ സമയത്തായിരുന്നു. നവംബർ 16-ാം തീയതി അങ്ങോട്ടായിരുന്നു. ആ മാസം തന്നെയാണ് രഞ്ജുഷയുടെ മരണം. അപ്പോൾ രഞ്ജുഷയുടെ മരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് സത്യത്തിൽ ഞാനങ്ങനെ ഒന്നും പറഞ്ഞിരുന്നില്ല. ആ മോളുടെ മരണ വിശേഷങ്ങളൊന്നും. എനിക്ക് ഒന്ന് വിളിക്കണം എന്നുണ്ട് അമ്മയെ, പക്ഷേ എനിക്ക് ഇതുവരെ വിളിക്കാനുള്ളൊരു മനസ്സ് വന്നിട്ടില്ല. കാരണം ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് സമാധാനത്തിൽ സംസാരിക്കണം. അപ്പോൾ ഈ കുട്ടികളുള്ളപ്പോൾ സമയത്ത് നമുക്കത് പറ്റില്ല. അപ്പോൾ അന്ന് ഞാൻ പോയി ആ മോളെയൊക്കെ കണ്ടു, സംസാരിച്ചു. ഭയങ്കര എന്താ പറയുക സങ്കടമായിരുന്നു അന്ന്. പക്ഷേ അമ്മയെ കണ്ടു വന്നതിന് ശേഷം എനിക്ക് ആ സങ്കടമൊക്കെ ഒന്ന് മാറി. കുറച്ചൊന്ന് നേരം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ അത് മാറി. ഇനിയിപ്പോൾ ഒന്ന് വിളിക്കണം, കുട്ടി എന്തായി ഏതായി എന്നൊക്കെ ഒന്ന് അറിയണം. മിടുക്കി മോളാണ്, അവളെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ അത്രയും പറയാനുള്ളൂ. അച്ചമ്മയ്ക്കും അച്ചാച്ചനും ആരോഗ്യം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബറിൽ നവംബർ കഴിഞ്ഞ നവംബർ 14-ാം തീയതി ആൻസൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് നവംബർ തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഡിംപിളിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമഘട്ടങ്ങൾ വന്നിട്ടുള്ളത് നവംബർ ഡിസംബറിൽ 2 മാസമാണ്. അപ്പോൾ അതങ്ങനെ എന്താ പറയുക അതെല്ലാം സഹിച്ച് അവൾ ഇവിടെ വരെ എത്തി. ചാനലിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതും ഇപ്പോൾ ക്ലിയറായി. ഇനി ഈ വർഷം അവൾക്ക് ഏറ്റവും ഇതുവരെ ഉള്ള എല്ലാ കടമകളും കടന്ന് അവനും അതെ മിടുക്കരായി തുടങ്ങി പാച്ചു. ഇനി പാച്ചുവിന് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിംപിളിന് ഭയങ്കര സമാധാനവും. ഇപ്പോൾ ഒരു 90% അവൾ ഓക്കെയാണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ അത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും അവളെക്കുറിച്ച് മുഴുവൻ അറിയാണ്ടാണ് കുറേ പേരെങ്കിലും കുറ്റപ്പെടുത്തുന്നതും ഓരോന്ന് പറയണതും. അപ്പം ഞാനതൊന്നും തിരുത്താൻ ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലത് എന്ന് വിചാരിച്ച് നമ്മൾ നോക്കുന്നത് മാത്രമേ നല്ലതാവുള്ളൂ. ഇപ്പം നമ്മളൊരു ഒരു സ്ഥാനം നമ്മുടെ മനസ്സിലത് ചീത്തയാണെന്ന് വിചാരിച്ചിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ എത്ര നല്ലതായാലും അത് ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കില്ല. നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത് നമ്മൾ നല്ലതാണെന്ന് പറയും, നമുക്കിഷ്ടമില്ലാത്തത് തെറ്റാന്ന് പറയും. അത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പക്ഷേ നമ്മളങ്ങനെ ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക. സത്യങ്ങളൊന്നും അറിയാണ്ട് നമ്മളൊരാളെയും കുറ്റപ്പെടുത്താണ്ടിരിക്കുക. അതിപ്പോൾ എന്താ പറയുക മനുഷ്യന്മാരാണ് നമ്മൾ. മനുഷ്യന്മാരാകുമ്പോൾ നമ്മൾ പരസ്പരം കുറ്റം പറയും, പരദൂഷണം ഒക്കെ ഉള്ളതാണ്.
പക്ഷെ അതൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാവരുത് എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡിമ്പിളിനോടും ഡോണിനോടും ഡാഡിയോടും, ഡാഡി പിന്നെ ഒന്നിലേക്ക് നിൽക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് ആകെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ഞാനായാലും ചെയ്യുക, തമാശയ്ക്ക് പോലും ഒരാളെ നമ്മൾ കളിയാക്കില്ല. അതായത് നമുക്ക് മനസ്സിലാവും ഒരു ഇത്തിരി തടിയുള്ള ആൾ തടിച്ച് എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് സങ്കടമാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം അവിടെ പറയാണ്ടിരിക്കുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ 2 മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊരാളെ കളിയാക്കി അല്ലെങ്കിൽ അവരൊരാളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. കാരണം അത് പാടില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്മമാർ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തുന്ന പോലെ ആയിരിക്കും അവരുടെ വലുതാവുമ്പോഴുള്ള അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. അപ്പം ഇങ്ങനെ പറയുന്ന കുട്ടികൾ പെരുമാറുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അവരെ പഠിപ്പിച്ച രീതി ശരിയല്ല എന്നാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അങ്ങനെ അതവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ നവംബർ മാസം. പിന്നെ ഡിസംബർ മാസം അപ്പോൾ നവംബറിലാണ് നമ്മുടെ ചാക്കോച്ചൻ വന്നത് കേട്ടോ. ചാക്കോച്ചൻ വന്ന് എന്താ പറയുക, അമ്മാമ്മയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന് തിരിച്ചു പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തമ്പുരാൻ പറഞ്ഞു നീ പോകണ്ട, നീ ഇവിടെ നിന്നു എന്ന് പറഞ്ഞ് അങ്ങനെ 2 പ്രാവശ്യം മുന്നേ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പാണ് ഞാൻ ടീൻസിൽ പോയിട്ടൊന്ന് സുന്ദരി ചെയ്തിട്ടാണ്. അപ്പോൾ അത് അവിടെ വെച്ച് കഴിഞ്ഞു കണ്ടില്ലേ, ഫുള്ള് വീണ്ടും നരച്ചു കേട്ടോ, ഫുൾ തിളങ്ങണം കേട്ടോ. അപ്പോൾ ഇനി അത് രണ്ടാമത് ചെയ്യണം, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ ഡിസംബർ മാസം. അപ്പോൾ ഡിസംബർ മാസം അവസാനത്തെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ പ്രാവശ്യം ഡിമ്പിളിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 27-ാം തീയതിയാണ് നമ്മൾ ആഘോഷിച്ചത്. അതുപോലെ വലിയ ഡാഡി, അതായത് റോസിൻ്റെ ഡാഡി അന്നേരുടെ അടുത്തേക്ക് പോയി. ഇപ്പോഴും അവിടെയാണ്, അടിച്ചു പൊളിക്കുകയാണ്. അവ 28-ാം തീയതി ജോർജാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് അവിടെയാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നാട്ടിലാഘോഷിച്ചു. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു വർഷം കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കുറ്റപ്പെടുത്തലുകൾ, കുറേ സ്നേഹം. കുറ്റപ്പെടുത്തലൊക്കെ 1-2 പക്ഷേ എന്നെ സ്നേഹിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്തോരം മക്കളാണ്, എന്തോരം പേരെ ചേച്ചിന്ന് വിളിക്കാൻ, ആൻറ്റീന്ന് വിളിക്കാൻ, അമ്മയെന്ന് വിളിക്കാൻ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. 3 വർഷം കൊണ്ട് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ. കുറേ കുട്ടികൾ എനിക്ക് കൂടെ ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നോ, ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്തെന്നാ പറയുക, ദൈവത്തിനോട് 1000 നന്ദി പറയാമെന്നല്ലാണ്ട് ഞാൻ എന്നും നിങ്ങളോട് പറയാറില്ലേ, ഇന്ന് തന്നതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്ന് പറയാറില്ലേ. അതെന്നും എപ്പോഴും നമ്മളെപ്പോഴും മനസ്സിൽ അത് ആ ഒരു ചിന്തയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരാളെയും ഒന്നും പറയാനോ വിഷമിപ്പിക്കാനോ ഒന്നും തോന്നില്ല. പിന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളെവിടെ നിൽക്കണം, എവിടെ പോകണം എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബസ് ചെന്ന് മുട്ടണോടത്താവും ഞാൻ ഇറങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ കയറാം. ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് കഴിയുമ്പോൾ നമുക്ക് തോന്നണം ഇത് ശരിയാവില്ല, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. അത് ബസ് ഡ്രൈവറുടെയോ ബസ് ഓടുന്നതിൻ്റെ കുറ്റമല്ല. ആ ഇറങ്ങിപ്പോകുന്ന ആളുടെ മനസ്സിൽ എനിക്ക് ഇത്രയും മതി യാത്ര, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോകുന്ന ആളെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക, അല്ലാണ്ട് ആ ബസ്സിനെയോ ബസ് ഡ്രൈവറെയോ നമ്മൾ ആരും കുറ്റപ്പെടുത്താറില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകണം എവിടേക്ക് പോകണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിൽ വേറൊരാൾക്കും പങ്കുണ്ടാവരുത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ പിന്നെ ഈ വർഷം എന്താ പറയുക, എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഇപ്പോൾ ജോലിയുടെ അവസരങ്ങൾ വളരെ കൂടുതലാണ്. ജോലി ചെയ്യാനൊരു മനസ്സുണ്ടായാൽ ജോലി താനെ നമ്മളെ തേടി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എല്ലാവർക്കും ജോലിയാണ്. അപ്പം നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള ജോലിയിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. കാരണം പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെ നോക്കാനായിട്ട് ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങളുടെ വീട്ടുകാർ ഒരിക്കലും ജോലിക്ക് വിട്ടിരുന്നില്ല. എൻ്റെ അപ്പച്ചനൊക്കെ പറയാം എൻ്റെ മക്കളൊന്നും ജോലിക്ക് പോകരുത്, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ പറയാം. പക്ഷെ ഇപ്പം അതല്ല. ഞാനും ആ ഒരു രീതിയിലാണ് ഡിമ്പിളിനെ വളർത്തിയത്, ജോലിക്കൊന്നും പോകരുതെന്ന് പറയാൻ അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയും, എല്ലാവരും നിങ്ങൾക്ക് പറ്റാവുന്ന ജോലി നിങ്ങൾ ചെയ്യുക. കയ്യിൽ 5 പൈസ ഉണ്ടാവണം, അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പണ്ടത്തെ കാലമല്ല, പണ്ടെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരിക, പെണ്ണുങ്ങൾ അതുകൊണ്ട് ജീവിക്കുക. ഇന്ന് അങ്ങനെയല്ല. നമ്മൾക്ക് കാലം മാറിയപ്പോൾ സാധനങ്ങൾ മാറി. 10 കൂട്ടമുള്ളടത്ത് ഇപ്പോൾ 1000 കൂട്ടം സാധനങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും മുന്നിലെത്തണം ആഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ആളും കൂടിയിട്ട് സഹകരിച്ച് ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടാവും.
ഇപ്പം ഞാനും അങ്ങനെയല്ലേ ഇപ്പം ചെയ്യണേ. ഇപ്പം എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞൊരു 35-36 വർഷം ഞാൻ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ ഡാഡി എന്താണോ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരുന്നത് 10 രൂപ കൊണ്ടുവന്നാൽ 7 രൂപയ്ക്ക് കാര്യങ്ങൾ നടത്തിയിട്ട് ബാക്കി 3 രൂപ ഞാൻ ഓരോരുത്തരുടെയും പേരിൽ മാറ്റി വയ്ക്കും. അങ്ങനെ കൂട്ടി ഉറുമ്പ് കൂട്ടി വയ്ക്കണ പോലെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഏറ്റവും ഭംഗിയിലാണ് ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വന്ന ആൾ ഈ 2-3 വർഷമായപ്പോൾ എനിക്കും തോന്നി പറ്റില്ല, നമുക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നാൽ നമ്മൾക്ക് 5 പൈസ ചോദിക്കാനുള്ള ഒരു ഇടവരുത്തരുത്, അല്ലെങ്കിൽ നമ്മളൊരു ഭാരമാവരുത് എന്ന് തോന്നി തുടങ്ങി. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, അയ്യോ ഇനിയിപ്പോൾ ഞാൻ ആരോടെ എന്തെങ്കിലും ചെന്ന് പറയുക എന്നൊരു തോന്നൽ വരികയാണ്. അല്ലാണ്ട് ആവശ്യം ഉണ്ടായിട്ടല്ല കേട്ടോ. എന്നാലും നമ്മൾ പറയും, ഇപ്പം നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ തോമുനായാലും പാച്ചുവിനായാലും ചാക്കോച്ചനായാലും നമുക്ക് അമ്മാമ്മയുടെ വക എന്നിട്ട് വാങ്ങിക്കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും നല്ലൊരു ഹസ്ബൻഡ് കൂടെയുള്ളപ്പോൾ, ഡാഡി കൂടെയുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്. പിന്നെ ഡാഡിയുടെ എല്ലാ ഐറ്റംസും കൂടി ഇരിക്കുന്നുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എൻ്റേതായ ഒരു കാര്യം ചെയ്യണത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം ഡാഡി ഒപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഡി എന്നല്ല, എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഡോണായാലും ഡിവൈനായാലും ഡാഡി ആയാലും ആൻസനായാലും ഡിംപിളായാലും ഒക്കെ. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഒന്നാണ്. പലരും അതിൻ്റെ ഇടയിൽ പലതും പറയാൻ നോക്കിയാലും ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളോട് മുമ്പ് പറയാറുള്ളത്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആ പറഞ്ഞ ആൾ പറഞ്ഞത് കേട്ട് ചിരിക്കുക എന്നല്ലാണ്ട് ഒരു അതിലില്ല. കാരണം ഞങ്ങളിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി. 3-4 വർഷമായില്ലേ. ഇപ്പോൾ ഡിവൈൻ വന്നിട്ട് 4 വർഷമാവണു, പിന്നെ ആൻസം വന്നിട്ട് 7 വർഷമായി. അപ്പോൾ നമുക്ക് പരസ്പരം അറിയാം ഇതിങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പുതിയ വർഷമാണ്, എല്ലാവരും എന്താ പറയുക, ഐക്യത്തിൽ എപ്പോഴും നമ്മൾ നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക, ആലോചിക്കുക. എപ്പോഴും ആരെക്കുറിച്ചായാലും എന്ത് പറയാനായാലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ എന്താ പറയുക, അവനൊരു ലൈഫുള്ളൂ, അത് ഏറ്റവും ഭംഗിയിൽ ജീവിച്ച് അവസാനിപ്പിക്കാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. എപ്പോഴും കുറേ പേര് എന്നോട് പറഞ്ഞു, ഇന്നൊരു മോള് എനിക്ക് മെസ്സേജ് അയച്ചു, ആൻറ്റിയുടെ പ്രാർത്ഥനയും കാര്യങ്ങളും കൊണ്ടാണ് ഇവിടം വരെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ നേരം കിട്ടാറില്ല. അന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കില്ല എന്നല്ല കേട്ടോ പറയണത്. നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരുന്നോ എന്നൊക്കെ. കാരണം ഡിംപിളുടെ പ്രസവത്തിൻ്റെ സമയത്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നത്. പിന്നെ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പതുക്കെ വിട്ട്, അന്ന് അത് മാത്രമല്ലായിരുന്നു. അപ്പോൾ എന്നോട് ഇന്നാൾ അന്നാവമ്മയുടെ പ്രാർത്ഥന ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, കർത്താവ് ഞാനൊരു സമയത്ത് അത് മാത്രം ചൊല്ലിയിരുന്ന ആളല്ലേ എന്ന്. അപ്പോൾ അതൊക്കെ ഒരേ സാഹചര്യം അനുസരിച്ച് നമ്മളങ്ങനെ നീങ്ങണം. അപ്പോൾ എന്നെ അങ്ങനെ ഓരോ പ്രാർത്ഥനകൾ വഴി എന്നെ ഓർക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ കുട്ടികൾ, ഞാനിപ്പോൾ ഇങ്ങനെ മെനക്കെട്ട് രാത്രി തന്നെ ഇതൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് പറയും ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആൻറ്റിയുടെ ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്, ആൻറ്റിയുടെ വീഡിയോ കാണണ്ട, ഒച്ച കേട്ടാൽ മതി ഞങ്ങൾക്ക് എന്ന് പറയും. അപ്പോൾ അത്രയും സ്നേഹത്തിൽ നമ്മളോട് കുട്ടികൾ പറയുമ്പോൾ, നമ്മൾ അമ്മമാരെങ്ങനെ മക്കൾ ചോദിച്ചാൽ അമ്മമാരൊക്കെ എങ്ങനെ ഇല്ലെങ്കിലും ചെയ്തു കൊടുക്കില്ലേ. അപ്പോൾ അതുപോലെയാണ് ഞാനും കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എന്താ പറയുക, ഒന്നുമില്ല. അതിപ്പോൾ നാളെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ ദിവസവും ഈ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവരും നിങ്ങൾക്കത് മതിയെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചു എനിക്കും ബോറടിച്ച് തുടങ്ങി ഇങ്ങനെ. എന്നിട്ട് ഇപ്പോൾ കാണിക്കുക, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആ ചേച്ചിയും വരും, പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് കിച്ചണിൽ കാര്യമായിട്ട് വലിയ പണികളൊന്നും ഉണ്ടാവില്ല. എന്നാലും കാര്യങ്ങളുണ്ടാവും കേട്ടോ. പക്ഷെ അപ്പോൾ എപ്പോഴും ഈ ഫോണും കൊണ്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക, എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ, അത് മതിയോ, അല്ലെങ്കിൽ വീടെപ്പോഴും കാണാം, അത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഞാനോ ഡിവൈനോ ഡിംപിളോ ആരെങ്കിലും വഴി കാണാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എനിക്ക് ഇതുപോലെ രാത്രിയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയ അത് എനിക്കും ഒരു ആശ്വാസവും നിങ്ങൾക്കും അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ അതുപോലെ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും മീറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ജാനുവരി 27 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 26 റിപ്പബ്ലിക് ഡേ ആണല്ലോ, അവധിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 26-27 ആയിട്ട് നമുക്ക് നോക്കാൻ തോന്നുന്നു. 28 ഞായറാഴ്ചയാന്ന് തോന്നുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഡേറ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെയായാലും ആ ദിവസങ്ങൾ ഒന്നിച്ച് കൂടാമെന്ന് വിചാരിക്കണു. എനിക്ക് ആഗ്രഹമുണ്ട്, കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെതിരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക്
ആലോചിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കോ. അപ്പോൾ ഇന്ന് ഞാൻ നടയൊന്നും കാണിക്കുന്നില്ല. ഞാൻ നട ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിക്കാം. എനിക്കറിയില്ല പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എനിക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇത് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞ കാരണം ഇത് ഞാൻ നേരെ ചിലപ്പോൾ ഇടുള്ളൂ. നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ബൈ.